ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റായ ഒരു വനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഏത് തരം കേക്കിനും ബേസായിട്ട് എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ വനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കിയാലോ? അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിലോ ബീറ്ററിലോ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മുട്ട നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനിയിപ്പോൾ ചെറുതായിട്ടൊന്ന് ബീറ്റാക്കിയതിന് ശേഷം ഇതിലേക്ക് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ ബാറ്ററി യെല്ലോ കളറൊക്കെ പോയിട്ട് ഒരു വൈറ്റ് കളറായിട്ട് വരും, നല്ല സ്റ്റിഫായിട്ട് വരും. അതുവരെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൂടിപ്പോകരുത്. ഒരു നുള്ളു മാത്രം മതി. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇതിപ്പോൾ ഇവിടെ നമ്മുടെ ബാറ്റർ നല്ലതുപോലെ സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു രീതിയിലായിട്ടെടുക്കണം. ഇത്രയും മതി. ഇത് ഈ ഒരു രീതിയിൽ തന്നെ ആക്കിയെടുക്കണം കേട്ടോ. നല്ല സ്റ്റിഫായിട്ടുള്ള ഒരു ബാറ്ററായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം കൂടുതൽ ബീറ്റ് ചെയ്തിട്ടെടുക്കരുത്. ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഓയിൽ എത്തുന്നവരെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുത്താൽ മാത്രം മതി കേട്ടോ. ഈ സമയത്ത് ഓവർ ബീറ്റ് ചെയ്യരുത്. മിക്സ് ആയതിനു ശേഷം നമുക്കിതൊന്ന് ബീറ്റർ ഓഫാക്കി വെക്കാം. ഇനി ഈ ബാറ്റർ അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ശരിക്കും 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം കേട്ടോ. 3 പ്രാവശ്യം അരിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് നമുക്ക് ആക്കി വെച്ച ബാറ്ററിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ കുറച്ചിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് വേണം കേട്ടോ മിക്സ് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. മിക്സ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ പ്രഷർ കൊടുക്കാണ്ട് നല്ല പതിയെ മിക്സ് ചെയ്തിട്ടെടുക്കാൻ നോക്കണം. ഇനി അടുത്ത് നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ്. 1/4 കപ്പ് പാലിൽ നിന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. പാലെടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറുള്ള പാൽ തന്നെ എടുക്കണം. തണുത്ത പാൽ ഒരിക്കലും എടുക്കരുത്. പാലൊഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം വീണ്ടും പാൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു രീതിയിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കഴിയുന്നത് വരെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പാലും മൈദയും ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലാസ്റ്റായിട്ട് മൈദ ചേർത്ത് കൊടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ നല്ല രീതിയിൽ തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തിട്ടെടുക്കണം. ഞാനിപ്പോൾ കുക്കറിലാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടെടുക്കുന്നത്. അതിനായിട്ട് ഇതുപോലൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ ബാറ്ററി ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലെ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടി നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തിട്ടും കൂടി എടുക്കാം. ഇനി കുക്കറൊന്ന് അടച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഒരു വിസിലർ ഒന്ന് മാറ്റി കൊടുക്കണം. ഇനി ഇത് അടുപ്പിൽ വെച്ച് ഒരു 30-35 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലതുപോലെ തന്നെ ബേക്കായിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇതാ ഒരു 30 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലതുപോലെ തന്നെ എനിക്ക് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ബേക്ക് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്ന് കമിഴ്ത്തുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് ഇളകി കിട്ടുന്നതാണ്. ഇനി ഇതിലെ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ഹൈറ്റിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, പഞ്ഞി പോലെയുള്ളൊരു കേക്കാന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒരു സ്പോഞ്ച് കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒട്ടും തന്നെ ഫ്ലോപ്പ് ആയില്ല കേട്ടോ.
ഇത് കാണാനുള്ളതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.